അല്ലാമ ഇഖ്ബാൽ പറഞ്ഞതെന്താണെന്ന് അറിയുമോ? അല്ലാഹു അക്ബർ എന്ന് പറയൽ ഫിത്നയാകുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും. അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് ഫിത്നയാകുന്ന കാലഘട്ടമുണ്ട്. അല്ലാഹുവിൽ നിന്നും അകന്നുകൊണ്ടുള്ളതായ നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും, നിങ്ങൾ പഠിപ്പിക്കലാകട്ടെ, നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നതാകട്ടെ, അല്ലാഹുവിൽ നിന്നും അകന്നുകൊണ്ടുള്ള ആ ജീവിതം ഫിത്നയാണ് എന്ന് പറഞ്ഞാൽ മാത്രമല്ല, നിങ്ങളുടെ സന്താനവും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ അനന്തരവും അല്ലാഹുവിൽ നിന്നും അകന്നുകൊണ്ടാണ് എങ്കിൽ ഫിത്ന എന്ന് അല്ലാമ ഇഖ്ബാൽ പറഞ്ഞു. അവസാനം പറയുകയാണ്, നിങ്ങൾ നാരിയ തക്ബീർ വിളിക്കുന്നുണ്ട്. നിങ്ങൾ ഈ വലിയ പെരുന്നാളിന്റെ സുദിനത്തിൽ ഉസ്താദ് പറഞ്ഞു തരുമ്പോ, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരെയും അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതം അല്ലാഹുവിനെ പേടിച്ചുകൊണ്ടല്ല എങ്കിൽ, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടല്ല എങ്കിൽ അത് തക്ബീർ വിളിക്കലും ഫിത്നയാണെന്ന് അല്ലാമ ഇഖ്ബാൽ പഠിപ്പിക്കുമ്പോ, സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയത്തിൽ നിന്നും അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ് എന്ന ചിന്തയുണ്ടാകണം. അങ്ങനെ ജീവിച്ചവരാണ് ഫലസ്തീന്റെ മക്കൾ, ഇറാഖിന്റെ മക്കൾ, ലെബനാനിന്റെ മക്കൾ, ഇറാനിന്റെ മക്കളെല്ലാം അല്ലാഹു വലിയവനാണ് എന്നുള്ള ചിന്തയിലൂടെ അവർ ജീവിച്ചപ്പോ, പോരാടിയപ്പോ ഇസ്ലാമിന്റെ സ്വേച്ഛാധിപതികളായ ശത്രുക്കൾ പോലും അവർക്ക് മുമ്പിൽ മുട്ടുകുത്തിയെങ്കിൽ നമ്മുടെ ശത്രുക്കളും നമുക്കെല്ലാവർക്കും വിജയമുണ്ടാകും. ഏത് തരത്തിലാണെങ്കിലും, വിദ്യാഭ്യാസ തരത്തിലാണെങ്കിലും, ജീവിതം കൊണ്ട് നമുക്ക് വിജയിക്കണമെങ്കിൽ ഒറ്റ ചിന്തയുണ്ടാകണം. ഇതുപോലെ നമുക്ക് തക്ബീർ വിളിക്കണം. ചൊല്ലുക, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്.